ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. സോൾട്ട് ആൻഡ് പെപ്പറിൽ 3 ദിവസം വെയിറ്റ് ചെയ്തുണ്ടാക്കുന്ന കേക്കില്ലേ, അതുപോലെ ഒരു അഡാറ് കേക്ക്. മൊത്തം ഫ്ലോപ്പ് ആയത് വേണമെങ്കിൽ തുടക്കത്തിലേ ഞാൻ പറയാം. എന്നാലും ടെസ്റ്റ് ഉണ്ട്, നമ്മൾ മൊത്തത്തിൽ കണ്ടേക്കണം. നമ്മളതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇവിടെ മേടിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊന്നുമല്ല മെയിൻ സാധനം. നമ്മുടെ മെയിൻ ഐറ്റമാണ് ഇനി വരുന്നത്. അവിടെ റെഡിമെയ്ഡ് വെൽവെറ്റിൻ്റെ ബിറ്റ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പോയി പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഡ്രസ്സിൽ കുറച്ച് വെള്ളം വീണിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനതൊക്കെ വായിച്ച് നോക്കുകയാണ്. എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത്, എന്തൊക്കെയോ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓൺ വോയിസ് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാമഗ്രികളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ബീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സാധനം കണ്ടുപിടിക്കട്ടെ. എന്നാൽ പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ് കേട്ടോ. 4 മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ വാനില എസൻസ് ഒഴിക്കുക, ബീറ്റ് ചെയ്യാൻ തുടങ്ങുക. ഞാനിവിടെ ചെയ്യുന്നത് നോർമൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള ഈ ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സ് അതിനകത്തോട്ട് തട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ബീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പൗഡേർഡ് ഷുഗർ മാത്രം യൂസ് ചെയ്യുന്നില്ല, ഓയിൽ സൺഫ്ലവർ ഞാൻ നേരെ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. വീണ്ടും ബീറ്റ് ചെയ്യുകയാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 7 to 8 മിനിറ്റ്സ് ഒക്കെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആക്കിയപ്പോഴാണ് കറക്റ്റ് ആ മുട്ടയൊന്ന് പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പം അത് പൊങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ഡയറക്റ്റ് ഇട്ട് വീണ്ടും നമ്മൾ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് വേറെ പൗഡർ ഷുഗർ ഞാൻ ഇതിനകത്ത് ഇപ്പം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി അത് കുറച്ചുകൂടെ ഒന്ന് ഹാർഡാവും. അതായത് ആ മുട്ട പതങ്ങി കുറച്ചുകൂടെ ഒന്ന് ഹാർഡാവുന്ന സമയത്താണ് നമ്മൾ അതിനകത്തേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. വെക്കുന്നത് നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ബീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പിൽ അതിന് വേണ്ടുന്ന സാധനം ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഓവൻ സെറ്റപ്പൊക്കെ നമ്മൾ അടുപ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റൻറ്റ് കേക്ക് മിക്സ് നമ്മൾ അതിനകത്തേക്ക് തട്ടാൻ പോവാണ്. അപ്പോൾ ഞാനതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇരട്ടെ. അതിനിടയിൽ നമ്മുടെ കറണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഞാനത് പൊട്ടിച്ചിട്ടിട്ട് ഞാൻ ജസ്റ്റ് ആ ബീറ്റർ വെച്ചിട്ട് ഞാൻ സ്വിച്ച് ഓൺ ആക്കുന്നില്ല. അല്ലാണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സ്പാച്ചുല വെച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നത് പോലെ ബീറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്യുകയാണ്. ഇത് വീഡിയോയിലായതുകൊണ്ട് നമുക്ക് സ്പീഡ് തോന്നുകയാണെങ്കിൽ പതുക്കെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറേശ്ശെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മൊത്തത്തിലിടുന്നില്ല, കുറേശ്ശെ നമ്മൾ പൊടി ഇട്ടിട്ടെടുക്കുകയാണ്. അങ്ങനെ ഒരു 2 മിനിറ്റ്സോളം നമ്മളങ്ങനെ മിക്സ് ചെയ്ത് ആണ് കുറേശ്ശെ നമ്മൾ പൊടിയിട്ടെടുക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് അത് മിക്സായിട്ട് ഒരു റെഡ് കളർ വരണം. അപ്പോൾ നമ്മളെടുത്ത ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ലൂസാക്കാനായിട്ട് അതിനകത്തേക്ക് കുറച്ച് പാലും കൂടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇതായിരുന്നു ആ കേക്കിൻ്റെ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻസി. ഇതായിരുന്നു ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്കാക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളതിനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അടി ഇച്ചിരി കട്ടിയുള്ള പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ ഓയിൽ തടവുകയാണ്. നമുക്ക് അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബാറ്റർ എടുത്തിട്ടുണ്ട്. അതിന് നേരെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, നേരിട്ട് തന്നെ നമ്മൾ ബേക്ക് ചെയ്യേണ്ട. പക്ഷേ ഇതെല്ലാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ബാറ്ററിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിച്ച് വെക്കാറുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പം നമ്മൾ അവിടേക്ക് ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നേരെ നമ്മളത് ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഓവൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു 45 to 50 മിനിറ്റ്സാണ് നമുക്ക് ഇത് വരുന്നത്. കഥ വൈകിട്ട് ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിൽ 3 ദിവസം വെയിറ്റ് ചെയ്തുണ്ടാക്കിയ കേക്ക് പോലെയാണെന്ന്. അതാണ് ഇതും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കുന്ന ഇന്നലെയാണെങ്കിലും ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ഉത്സവത്തിനൊക്കെ പോയിട്ട് വന്ന് നെക്സ്റ്റ് ഡേ ആണ് നമ്മളെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഷുഗർ സിറപ്പ്, അതിനകത്ത് കുറച്ച് പാലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കുറവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന വിപ്പിംഗ് പൗഡർ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ അത്രയും വരത്തില്ല. കാരണം നമുക്ക് ആ ഒരു കേക്ക് ഫുള്ള് കോട്ട് ചെയ്യാനുള്ള ക്രീം എനിക്കതിൽ നിന്ന് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാനത്
ബാലൻസ് വന്ന സാധനം പൊടിച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഓൾമോസ്റ്റ് നമ്മൾക്ക് ജസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ഓക്കെ ആക്കിയിട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ കസിൻസൊക്കെ വന്ന് അവർക്ക് കൊടുത്തു. അവരെല്ലാവരും കേക്ക് കഴിച്ചിട്ട് അവർ റിപ്ലൈ കേട്ടാലോ. എങ്ങനെയുണ്ട് അച്ചു ചേട്ടാ? കണ്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ എല്ലാ കസിൻസും ഒക്കെ ആയിട്ടിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഒരു രാത്രി കുറേ നേരം നമ്മൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ബൈ ബൈ.